വളരെ പ്രധാനപ്പെട്ട വിവരം ഒന്നും എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും വഞ്ചി തിരുനക്കര തന്നെ എന്ന മട്ടിലാണ് കാര്യങ്ങൾ. അപ്പോൾ അഭിനന്ദ എന്താണ് എം കെ രാഘവൻ പറഞ്ഞതിൽ മനസ്സിലാക്കുന്നത്? എം കെ രാഘവൻ പറയുന്നു പത്രസമ്മേളനം വിളിക്കുമോ എന്ന ചോദ്യത്തിന് അത് അദ്ദേഹത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കെ സുധാകരൻ വഴങ്ങുന്നില്ല, എന്നാൽ തനിക്ക് അതൃപ്തിയില്ല എന്നാണോ എം കെ രാഘവൻ പറയുന്നത്? ചുരുങ്ങിയത് എന്താണ്, ഒരു അനുനയത്തിനുള്ള വഴി തെളിയുന്നുണ്ടോ? എം കെ രാഘവൻ കടുത്ത നിലപാടെടുക്കരുതെന്ന് പറയാൻ പോയതാണോ, അതല്ല എം കെ രാഘവനോടൊപ്പം ആശങ്ക പങ്കുവയ്ക്കാൻ പോയതാണോ? എന്താണ് ആ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത് അഭിനന്ദ്? എം കെ രാഘവൻ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളൊക്കെ തള്ളുന്ന രീതിയിലുള്ള പ്രതികരണമാണ് നടത്തിയത്. തനിക്കൊരു അതൃപ്തിയുമില്ല, ഇനി 3 വർഷം താൻ ഒരു MP ആയിട്ടിരിക്കുന്ന ഒരാളാണ്, സ്വാഭാവികമായിട്ടും തനിക്ക് അത് പൂർണ്ണമായും തൃപ്തനാണെന്ന രീതിയിലുള്ള പ്രതികരണമാണ് നടത്തിയത്. കെ സുധാകരനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടുതലുള്ള പ്രതികരണത്തിനും എം കെ രാഘവൻ തയ്യാറായില്ല. അനുനയിപ്പിക്കാനായിട്ട് ശ്രമം നടത്തിയിരുന്നു. ഇന്നലെയും കൂടിക്കാഴ്ച നടത്തി, ഇന്നും കൂടിക്കാഴ്ച നടത്തി. തന്റെ സുഹൃത്തെന്ന രീതിയിലാണ് ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. അനുനയ നീക്കമുണ്ടോ എന്ന കാര്യത്തിലേക്ക് തീരുമാനം അന്തിമമായി എടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. MP-മാർ മത്സരിക്കണമോ എന്ന് വീണ്ടും ആവർത്തിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. പക്ഷേ ആ കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. കോഴിക്കോട്ട് വലിയ രീതിയിലുള്ള വിജയം ഉണ്ടാകും, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ചർച്ചകളിലും താൻ ഉണ്ടായിരുന്നുവെന്നും എം കെ രാഘവൻ വ്യക്തമാക്കി. ഇന്നലെ തന്നെ 15 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയായിരുന്നു കെ സുധാകരന്റെ ഗോദാവരിയിലെ MP ഫ്ളാറ്റിൽ നടന്നത്. അതിനുശേഷം ഇന്ന് രാവിലെയും എം കെ രാഘവൻ കൂടിക്കാഴ്ച നടത്തി. ആദ്യഘട്ടത്തിലൊക്കെ ഒരു അസംതൃപ്തി ഇതുമായി ബന്ധപ്പെട്ട എം കെ രാഘവന് ഉണ്ടായിരുന്നു. കാരണം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങണമെന്നുള്ള ആഗ്രഹം എം കെ രാഘവൻ പല ഘട്ടത്തിലും പ്രകടിപ്പിക്കുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രതികരണം നമ്മളോടക്കം നടത്തിയിട്ടുള്ളതാണ്. എലത്തൂർ സീറ്റായിരുന്നു അദ്ദേഹത്തിന് പ്രധാനമായും മോഹിച്ചത്. കാരണം AK ശശീന്ദ്രൻ കാലങ്ങളായി മത്സരിക്കുന്ന ഒരു മണ്ഡലം, സ്വാഭാവികമായിട്ടും എം കെ രാഘവനെ പോലൊരു നേതാവ് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു അട്ടിമറി വിജയത്തിലൂടെ UDF-ന് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കോൺഗ്രസിന് ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് എം കെ രാഘവൻ അത്തരത്തിലേക്ക് ഒരു മോഹം കോൺഗ്രസ് നേതാക്കളുമായിട്ട് പങ്കുവെച്ചത്. ആ രീതിയിലുള്ള അസംതൃപ്തി എം കെ രാഘവൻ ഉണ്ടോ, അസംതൃപ്തിയുടെ കൂടിക്കാഴ്ചയാണോ ഇത്തരത്തിലേക്ക് നടത്തുക എന്നുള്ള അഭ്യൂഹങ്ങൾ രാവിലെ മുതൽ ഉണ്ടായിരുന്നു. ആ വാർത്തകളെല്ലാം തള്ളിക്കൊണ്ടുള്ള പ്രതികരണമാണ് നിലവിൽ എം കെ രാഘവൻ നടത്തിയിട്ടുള്ളത്. കെ സുധാകരനെ അനുനയിപ്പിക്കുക എന്നത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് അനുയോജ്യമായി തീരുമാനമെടുക്കുമെന്നും പറഞ്ഞ് മടങ്ങിയിരിക്കുകയാണ്. കൂടിക്കാഴ്ച അത് അസംതൃപ്തിയിലേക്കാണോ അതോ അനുനയ നീക്കത്തിലേക്കാണോ കടന്നതെന്ന് ചോദിച്ചപ്പോഴും കൃത്യമായ ഒരു വ്യക്തമായ ഉത്തരം നൽകാതെ ഇപ്പോൾ എം കെ രാഘവൻ ഗോദാവരി MP ഫ്ളാറ്റിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മടങ്ങിയിരിക്കുകയാണ്. ഡോക്ടർ അരുൺകുമാർ. അഭിനന്ദാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അപ്പോൾ എം കെ രാഘവൻ കെ സുധാകരൻ കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുന്നു. കെ സുധാകരനെ കാണാൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പലരും എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ താൻ തന്റെ ഈ MP സ്ഥാനത്ത് തൃപ്തനാണ് എന്നാണ് പറയുന്നത്. താൻ മധുസൂദൻ മിസ്റ്റോട് പറഞ്ഞ ഒരേ ഒരു കാര്യം വിന്നബിലിറ്റി മാത്രമായിരിക്കണം മാനദണ്ഡം എന്നുള്ളതാണ്. വിന്നബിലിറ്റി, ജയസാധ്യത മാത്രമേ മാനദണ്ഡമാക്കാൻ പാടുള്ളൂ. അത് ഞാനാണെങ്കിൽ ഞാൻ, അത് മറ്റൊരാളാണെങ്കിൽ മറ്റൊരാൾ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എനിക്കൊരു സീറ്റ് വേണമെന്ന് പറഞ്ഞിട്ടില്ല. പുറത്തു വന്ന വിവരമനുസരിച്ച് എം കെ രാഘവൻ എലത്തൂർ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ്, അഥവാ അതിൽ ആഗ്രഹമുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ MP-മാർക്ക് സീറ്റ് നൽകേണ്ടതില്ല എന്ന തീരുമാനം വരുമ്പോൾ കെ സുധാകരൻ ഇടഞ്ഞു നിൽക്കുന്ന കെ സുധാകരനെ കാണാൻ എം കെ രാഘവൻ പോകുന്നു. എം കെ രാഘവൻ കെ സുധാകരൻ കൂടിക്കാഴ്ച അവസാനിച്ചു.